എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ലെറ്റ് എസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുക. കാരണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ഓരോ പാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിന്റെ ഹയർ വേർഷൻ ആണ്. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ വരുമ്പോൾ കൂടിയ കാര്യങ്ങളൊക്കെ ഹയർ സെക്കൻഡറി പഠിക്കാനുണ്ട്. അപ്പം ആ ഹയർ സെക്കൻഡറി വരാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ക്ലിയർ ആക്കി തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്ലിയർ ആക്കി പഠിച്ചു പോവുക. ക്വസ്റ്റ്യൻസുകളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 20 സെക്കൻഡ്. അതായത് നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ ചലിക്കുന്നു. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. s = 200 മീറ്റർ തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട് 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത്രയും തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? s = ut + ½ at² ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ലേ. ഇവിടെ നോക്കുക, ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുവാണ്. ഇപ്പൊ ut എന്ന് പറഞ്ഞിരിക്കുന്ന ടേം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ u0 ആണല്ലോ. u0 ആണ്. അപ്പൊ 0 × 20 എന്ന് വരും. സമയം 20 ആയതുകൊണ്ട് അപ്പൊ അത് 0. അപ്പൊ ഈ ഒരു ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും ഇല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? s = 0 + ½ at² എന്ന് എഴുതാം. അല്ലെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങ് എഴുതിയെന്നുള്ളൂ. ഓർ നമ്മൾ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. ഈ 2നെ ഇങ്ങോട്ട് വരുമ്പോൾ 2s = അങ്ങനെ എഴുതാം at² നമുക്ക് എഴുതാം. നമുക്ക് എന്താണ് വേണ്ടത്? a ആണ്. ആക്സിലേഷൻ അല്ലേ വേണ്ടത്. അപ്പം ആക്സിലേഷൻ a = then 2s / t² അല്ലേ. ആക്സിലേഷൻ നമുക്ക് അങ്ങനെ എഴുതാം. 2 × s എത്രയാണോ വന്നിരിക്കുന്നത്? 200 ആണല്ലേ. / t എന്ന് വെച്ചാൽ 20 ആണ്. 20 × 20 മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഇവിടെ എത്ര വരും? അല്ലെങ്കിൽ ചെയ്യാം കേട്ടോ. ആൻസർ എത്ര വരും? ദാറ്റ് ഈസ് 200 / 200 എന്ന് വരും. ദാറ്റ് ഈസ് = 1 എന്ന് വരും. അതായത് ആക്സിലേഷൻ = എത്ര കിട്ടി? 1 m/s² കേട്ടോ. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 1 m/s² നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് കിട്ടി ആക്സിലേഷൻ കിട്ടി. എത്രയാണ്? 1 m/s². ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ ഒബ്ജക്ട് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 2 m/s², വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ആഫ്റ്റർ 10 സെക്കൻഡ്. നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു 2 m/s² ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നിശ്ചലാവസ്ഥയിൽ നിന്ന്. അപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 m/s² ആണ്. സമയവും തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി, അതായത് ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം u, a, t അല്ലെ, ഇത് മൂന്നും തന്നിട്ടുണ്ട്. അപ്പൊ തമ്മിലുള്ള റിലേഷൻ ഏതാണ്? v = u + at. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. u 0 ആണ് ഇല്ലേ. ആക്സിലറേഷൻ 2 തന്നിട്ടുണ്ട്. സമയം 10 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് = 2 × 10 20 m/s². അപ്പൊ നമുക്ക് വെലോസിറ്റി എത്ര കിട്ടി? 20 m/s എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. 3 different graphs related to the motion of a vehicle are given below. Analyze the graph and find the characteristics of the motion. ഒരു വാഹനത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട 3 ഗ്രാഫുകൾ നൽകിയിട്ടുണ്ട്. ഗ്രാഫുകൾ വിശകലനം ചെയ്ത് ചലനത്തിന്റെ പ്രത്യേകത കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇത് ഏത് ഗ്രാഫ്? 3 ഏതാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ പ്രത്യേകത. അതല്ലാതെ തന്നെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട യൂണിഫോം ആക്സിലറേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഒരു നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗ്രാഫ് നോക്കുക. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അവിടെ വെലോസിറ്റി എങ്ങനെയാണ്? ഇവിടെ കേസിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്രാഫ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള മോഷൻ ആണ്. യൂണിഫോം മോഷൻ ആണ് അല്ലെ. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിലാകുമ്പോൾ അത് അവിടെ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്. അത് ആക്സിലറേഷൻ എങ്ങനെയാണ്? യൂണിഫോം ആണ്. അപ്പൊ ആദ്യത്തെ കേസ് നമുക്ക് പറയാം ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഈ ഒരു രീതിയിലാണ് ഗ്രാഫിംഗ്. ദാറ്റ് ഈസ് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. മനസ്സിലായല്ലോ.
ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കി, ഇതും വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇവിടെ വെലോസിറ്റി എങ്ങനെയാണ്, സമയത്തിനനുസരിച്ച് കുറയുവാണ് എന്നല്ല, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. വെലോസിറ്റി സമയത്തിനനുസരിച്ച് കുറയുന്നുണ്ട്, പക്ഷെ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഇവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയാണ്, വെലോസിറ്റി കുറയാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നെഗറ്റീവ് വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയാണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിറ്റാർഡേഷൻ ആണ്. ഇവിടെ റിറ്റാർഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ. അതും യൂണിഫോം റിറ്റാർഡേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഗ്രാഫ് നോക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇവിടെ എങ്ങനെയാണ്, ആദ്യമേ വെലോസിറ്റി കൂടുന്നുണ്ട്, പിന്നെ കുറയുന്നുണ്ട്, പിന്നെ കൂടുന്നുണ്ട്, പിന്നെ കുറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, വെലോസിറ്റി എങ്ങനെ യൂണിഫോം ആണോ, അല്ല, വെലോസിറ്റി നോൺ യൂണിഫോം ആണ് അല്ലെ. വെലോസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. വെലോസിറ്റി നമുക്ക് പറയാം നോൺ യൂണിഫോം ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എങ്ങനെയാണ്, ഇവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയാണ്, നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണല്ലേ, നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ് നമുക്ക് പറയാം, നോൺ യൂണിഫോം ആക്സിലറേഷൻ. മനസ്സിലല്ല. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ ഗ്രാഫിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണുക, അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ ഒക്കെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ നല്ലപോലെ കണ്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഗ്രാഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാഫ് റിലേറ്റഡ് ദ മോഷൻ ഓഫ് എ കാർ എ ആൻഡ് കാർ ബി ഈസ് ഗിവൺ. വിച്ച് കാർ ഹാസ് മോർ ആക്സിലറേഷൻ, വൈ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് കാർ എ ബി ഇവിടെ സഞ്ചാരത്തിന് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഏത് കാറിനാണ് ത്വരണം കൂടുതൽ, അതിന്റെ റീസണും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഇതും വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, രണ്ട് കാറിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ഒന്ന് കണ്ടുപിടിക്കാം ഏകദേശം എത്ര വാല്യൂ വരുന്നു നോക്കാം. അപ്പം കാൽക്കുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, അതല്ലാതെയും ഗ്രാഫ് കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യമേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് കാർ എ കേട്ടോ, കാർ എയുടെ എന്ത് കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ. ഏതിനാണ് ആക്സിലറേഷൻ കൂടുന്നില്ല, അപ്പൊ കാർ എയുടെ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ കാർ എ എന്ന് പറഞ്ഞ് ഇതാണ്. അപ്പൊ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, സ്ലോപ്പ് എടുക്കുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഈ ലൈൻ കേട്ടോ, ഇവിടെ നിന്ന് ഈ ഒരു സെക്ഷൻ നമുക്ക് അതിന്റെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഫൈനൽ വെലോസിറ്റി അല്ലെ, ഫൈനൽ വെലോസിറ്റി ഇതാണ്, ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ എത്രയാണ്, 0 ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു, ഫൈനൽ വെലോസിറ്റി 5, ഇനീഷ്യൽ വെലോസിറ്റി 0, സമയം എത്രയാണ്, 5, 6, 7, 2 സെക്കൻഡ് എന്ന് വന്നു. അപ്പൊ 5/2 എന്ന് പറഞ്ഞു. 5/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വന്നു. അപ്പൊ 2.5 എന്ന് പറഞ്ഞു എന്ത്, കാർ എയുടെ ആക്സിലറേഷൻ. ഇനി എന്താണ്, കാർ ബിയുടെ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. കാർ ബിയുടെ ആക്സിലറേഷൻ, കാർ ബി ഇതാണ്, ഇതേ പോയിന്റ് തന്നെ ഇവിടെ നിന്നാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ ഫൈനൽ വെലോസിറ്റി 5 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അതിന്റെ സമയം നോക്കിയാൽ ഇവിടെ തൊട്ട് 3 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് ആണ്. അപ്പൊ 1, 2, 3, 4 സെക്കൻഡ് വന്നില്ലേ. അപ്പം 5/4 എന്ന് വരും ഇല്ലേ, 5/4 എന്ന് വരും ആൻസർ. 5/4 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഏകദേശം 1.25 അല്ല, 1.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തോന്നുന്നു ആൻസർ. മനസ്സിലായല്ലോ. അപ്പം കാർ ഈ ഒരു ചെയ്ത് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതിനാണ് ആക്സിലറേഷൻ കൂടുതൽ, കാർ എയ്ക്കാണ് ആക്സിലറേഷൻ കൂടുതൽ. അപ്പൊ ആൻസർ നമുക്ക് അവിടെ കിട്ടിയല്ലോ, ഏതിനാണ് ആക്സിലറേഷൻ കൂടുതൽ, ത്വരണം കൂടുതൽ, കാർ എയ്ക്കാണ് അല്ലെ. ഇനി അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എത്രയാന്നുള്ളത് വാല്യൂ നമുക്ക് മനസ്സിലായി. അതിന്റെ റീസൺ നമുക്ക് എന്ത് പറയാം, ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാർ എയ്ക്കാണ് വെലോസിറ്റി ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. വെലോസിറ്റി ചേഞ്ച്, സഡൻ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്ന ഏതിനാണ്, കാർ എയ്ക്കാണ്. അങ്ങനെ പറയുന്നത് നമുക്ക് സഡൻ വെലോസിറ്റി നമുക്ക് കാണാമല്ലോ, വെലോസിറ്റി പെട്ടെന്നല്ലേ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ, മറ്റേതുപോലെ അല്ല, മറ്റേ സമയത്തിനനുസരിച്ചിട്ടല്ലേ. ഇത് കുറഞ്ഞ സമയത്തിൽ അല്ലെ, കുറഞ്ഞ സമയത്തിൽ പെട്ടെന്നാണ് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു റീസൺ നമുക്ക് പറയാം. അതാണ് സഡൻ വെലോസിറ്റി, കാർ എയ്ക്ക് എങ്ങനെയാണ് സഡൻ വെലോസിറ്റി ചേഞ്ച്, പെട്ടെന്ന് തന്നെ പ്രവേഗം വ്യത്യാസപ്പെടുന്നത്, സഡൻ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് കാർ എയ്ക്ക്. അതുപോലെ തന്നെ മറ്റൊരു കേസ് നമുക്ക് അതിന്റെ സ്ലോപ്പ് നോക്കിയേ. സ്ലോപ്പ് എങ്ങനെയാണ്, അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ കൂടുതൽ സ്ലോപ്പ് ഉള്ളത് ഏതിനാണ്, സ്ലോപ്പ് കൂടുതലായിട്ടുള്ളത് കാർ എയ്ക്ക്. ഇതാ നോക്കിയല്ലേ, കാർ എയ്ക്കല്ലേ സ്ലോപ്പ് കുത്തനെയായിട്ടുള്ള ഏതാ, കാർ എയ്ക്ക്. അപ്പൊ സ്ലോപ്പ് കൂടുതലായിട്ടുള്ളത് ഏതാണ്, കാർ എയ്ക്കാണ്. കാർ ബിനേക്കാളും സ്ലോപ്പ് കൂടുതലായിട്ടുള്ള എന്തിനാണ്, ചെരിവ് കൂടുതലായിട്ടുള്ള എന്തിനാണ്, അല്ലെ കുത്തനെയുള്ളത് ഏതിനാണ്, കാർ എയ്ക്കാണ്. അപ്പൊ അത് റീസൺ ആണ്. അപ്പം സ്ലോപ്പ് കാർ എയ്ക്ക് എങ്ങനെയാണ്, സ്ലോപ്പ് കൂടുതലാണ്. സ്ലോപ്പിൽ അങ്ങനെ പറയാം, സ്ലോപ്പ് ഈസ് മോർ അല്ലെ, സ്ലോപ്പ് കൂടുതലായിട്ടുള്ള ഏതിനാണ്, കാർ എയ്ക്കാണ്. അപ്പൊ അത് റീസൺ. അപ്പൊ ഈ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു പോയിന്റാണ് സ്ലോപ്പ് വെച്ചിട്ട്. അപ്പൊ സ്ലോപ്പ് നോക്കി കഴിയുമ്പം സ്ലോപ്പ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ആക്സിലറേഷൻ ഉള്ളത്. ഇങ്ങനെയുള്ള ഗ്രാഫ് വന്നാൽ നിങ്ങളിങ്ങനെ ചെയ്യാനൊന്നും നിൽക്കേണ്ട, അതിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സ്ലോപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും എങ്ങനെയാണ് കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ആക്സിലറേഷൻ അവിടെ കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത് ഏതിനായിരിക്കും, സ്ലോപ്പ് കൂടുതലുള്ളതിനായിരിക്കും, ത്വരണം കൂടുതലായിട്ടുള്ളത്.
മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. കൂടുതൽ സ്ലോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആക്സിലറേഷൻ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ റീസൺ മനസ്സിലല്ലോ, സഡൻ വെലോസിറ്റി ചേഞ്ച് കാർ എക്കാണ്. അതുപോലെ തന്നെ സ്ലോപ്പ് ഈസ് മോർ, അല്ലെ? കാർ എ ഹാസ് മോർ സ്ലോപ്പ് ദാൻ കാർ ബി നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് ആക്സിലറേഷനും കൂടുതലായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. അഞ്ചാമത്തെ, ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് റൺസ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് സർക്കംഫറൻസ് 440 meter at a constant speed. The radius of the circular path is 70 meter. The time taken to run from A and reach A in clockwise direction through B is 80 seconds. Find the distance, displacement and speed and velocity in each case in the table. ഒരു കുട്ടി 440 മീറ്റർ ചുറ്റളവുള്ള വൃത്തപാതയിൽ കൂടി സമവേഗത്തിൽ ഓടുന്നു. വൃത്തപാതയുടെ ആരം 70 മീറ്റർ ആണ്. എയിൽ നിന്ന് ബിയിലൂടെ തിരികെ എയിൽ ഓടിയെത്താനുള്ള സമയം എത്രയാണ്? 80 ആണ്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ദൂരം കണ്ടുപിടിക്കണം, സ്ഥാനാന്തരം കണ്ടുപിടിക്കണം, വേഗവും പ്രവേഗവും കണ്ടുപിടിക്കണം. അപ്പൊ അദ്ദേഹം ഫിഗർ തന്നിട്ടുണ്ട്. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എയിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബി വഴി ആണ് കുട്ടി ട്രാവൽ ചെയ്യുന്നത്. ബി വഴി നിന്ന് തിരിച്ച് എയിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചുറ്റളവ് സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. സർക്കംഫറൻസ് 440. അപ്പൊ ഈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലേക്ക് എത്തുന്ന ദൂരമാണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാം? സർക്കംഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാം? ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിട്ട് എടുക്കാമല്ലോ, അല്ലെ? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലായല്ലോ? പിന്നെ പറഞ്ഞ റേഡിയസ്, അതായത് ഇവിടം വരെയുള്ള ദൂരം, റേഡിയസ് ഇവിടം വരെയുള്ള ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 70 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഈ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എന്താണ് തിരികെ എയിലേക്ക് എത്താനുള്ള ടോട്ടൽ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 80 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സിറ്റുവേഷൻ പറയുന്നുണ്ട്. വെൻ ഇറ്റ് റീച്ചസ് ബി, ഈ കുട്ടി എയിൽ നിന്നും ബിയിലെത്തുന്ന ഫസ്റ്റ് കേസ്, എയിൽ നിന്നും ബിയിലെത്തുന്ന ഫസ്റ്റ് കേസിൽ അത് എന്തുമാത്രം ഡിസ്റ്റൻസ്. അപ്പൊ ഈ ടോട്ടൽ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണെന്നുണ്ട്. അപ്പൊ ഈ പകുതി വരെ എത്തുന്നത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പകുതി വരുന്ന എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 440 ആണ്, അല്ലെ? 440 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ പകുതി എത്ര വരും? 220, അല്ലെ? 220 മീറ്റർ വരും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഡിസ്പ്ലേസ്മെന്റ്, ഇവിടം വരെ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് ബിയിലേക്ക് എടുത്ത് വെച്ചാൽ പോരെ. എയിൽ നിന്നും ഇവിടം വരെ സെന്റർ വരെയുള്ള റേഡിയസ് അത് 70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല? അപ്പൊ ടോട്ടൽ എത്ര വരും? 140, ഇല്ല? 70 × 2, ഇല്ലേ? 140 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡിന്റെ ഇക്വേഷൻ ഏതാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് 220 ആണല്ലേ? ഡിസ്റ്റൻസ് 220 ആണ്. ഇനി അതിനെടുക്കുന്ന സമയം, ഇവിടം വരെ എടുക്കുന്ന സമയം, ടോട്ടൽ സമയം തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈം എത്രയാണ്? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 80 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പകുതി വരെ എടുക്കുന്ന സമയം എത്രയാണ്? 40 വരും, അല്ലെ? അപ്പൊ 220 / 40, അല്ലെ? 220 / 40 നമ്മൾ ചെയ്യുക. അപ്പൊ ചെയ്യുമ്പോൾ കിട്ടുന്ന 5.5 എന്ന് കേട്ടോ. 5.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാണ്? 140 എന്ന് കിട്ടി. ബൈ ടൈം എവിടെ എത്രയാണ്? 40 തന്നെ, അല്ലെ? അപ്പൊ 140 / 40 ചെയ്യുക. അപ്പൊ ആൻസർ എത്ര വരും? 3.5 എന്ന് വരും കേട്ടോ. 3.5 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കുക. വെൻ ഈ റീച്ചസ് എ, അതായത് കുട്ടി ഇപ്പൊ എയിൽ നിന്ന് ബിയിലെത്തി, ഇനി അടുത്ത് തിരിച്ച് എയിലേക്ക് എത്തുവാണ്. അപ്പം എയിലേക്ക് എത്താൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? സർക്കംഫറൻസ് ആണ്. ദാറ്റ് ഈസ് 440 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റോ? തിരിച്ച് എയിലെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0, അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആണ്. സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് 440 ഡിവൈഡഡ് ബൈ എത്രയാണ് സമയം? ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ 80 ആണല്ലേ? ടോട്ടൽ ടൈം 80 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ എത്ര വരും? 440 ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുന്നത് 5.5 തന്നെ കേട്ടോ. 5.5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. മനസ്സിലായല്ലോ? ഇനി എന്താണ് ചോദിച്ചത്? വെലോസിറ്റി കണ്ടുപിടിക്കാനല്ലേ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വെലോസിറ്റി എങ്ങനെയാണ്? വെലോസിറ്റിയോടെ 0 ആണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങള്? Then ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 72 km/h in 5 minutes. Find ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ട്രെയിൻ. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആവുന്നു. അങ്ങനെയെങ്കിൽ ട്രെയിനിന്റെ ത്വരണവും ഈ സമയം കൊണ്ട് ട്രെയിൻ ഉണ്ടായ സ്ഥാനാന്തരവും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ?
അപ്പൊ നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം കേട്ടോ. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ദെൻ അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ടല്ലേ, സ്പീഡ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്, 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട്, അതായത് വെലോസിറ്റി തന്നിട്ടുണ്ട്, മൂവ് ചെയ്യുന്ന വെലോസിറ്റി, അതായത് 72 കിലോമീറ്റർ പെർ അവർ കേട്ടോ, അത് തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട്, 5 മിനിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. അപ്പം ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, ആക്സിലറേഷൻ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് മുന്നേ ഇവിടെ തന്നിട്ടുണ്ട് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 72 കിലോമീറ്റർ പെർ അവർ എന്നും സമയം 5 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ വെലോസിറ്റിയുടെ ഒക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, അപ്പോൾ സമയം സെക്കൻഡിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 72 ഇൻറ്റു കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 1000 കൊണ്ട് അല്ലേ. ദെൻ അവറിനെ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ, അവറിനെ മിനിറ്റിലേക്ക് ആക്കാൻ 60 കൊണ്ട്, സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ ഒന്നുകൂടെ 60 കൊണ്ട് ചെയ്യണം. മനസ്സിലായല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം 72 ഇൻറ്റു ഇത്ര എന്ന് പറഞ്ഞാൽ, അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഇത് ഇത്രയും 1000 ഡിവൈഡ് ബൈ 3600 എന്ന് വരും. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു, ഇത് ചെയ്യാലോ, അത് പ്രയാസമൊന്നുമില്ല, 0 പോയി, ഇതും പോയി. ദെൻ 10 ഡിവൈഡ് ബൈ 36 എന്ന് വരും. 10 ഡിവൈഡ് ബൈ 36 എന്ന് പറയുമ്പോൾ 10 ഡിവൈഡ് ബൈ 36 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 5/80 എന്ന് വരും. അപ്പം 5 ഇത്രയാണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്ക് ഇത് നിങ്ങൾ ഇത്രയും ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ഓർക്കുക, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ ഈ 5/18 കേട്ടോ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാം. അത് കാണാതെ പഠിച്ചിടണം കേട്ടോ. 5/18 കൊണ്ട് നിങ്ങൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കുറച്ച് സ്റ്റെപ്പുകൾ ഒഴിവാക്കാം. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഇവിടെ സമയം തന്നിട്ടുണ്ട്. സമയം എത്രയാണ്, മിനിറ്റിലാണ്. അപ്പൊ 5 ഇൻറ്റു മിനിറ്റിന് സെക്കൻഡിലേക്കാണ് 60 കൊണ്ട് വിളിക്കണം. അപ്പം 300 സെക്കൻഡിനും സമയം വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 72 ഇൻറ്റു 5/18, അതായത് ഒന്നുകൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വി ഈസ് ഈക്വൽ ടു, ഇതിനൊന്നുകൂടെ ചെയ്യാലോ, 4 കൊണ്ട് 18 4 കൊണ്ട് പറ്റും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വരും. 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയത്. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 300 സെക്കൻഡ് എന്നും വന്നു. അപ്പൊ ഇങ്ങനെ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നിങ്ങൾ ചെയ്യാവുള്ളൂ. ക്ലിയർ ആയല്ലോ. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ 300 കിട്ടി. നമുക്ക് വേണ്ടത് ആക്സിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആക്സിലേഷൻ അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് ആക്സിലേഷൻ കണ്ടുപിടിക്കാം. ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ആക്സിലേഷൻ എ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ സമയം, അത് ചെയ്താൽ മതിയല്ലോ. ഫൈനൽ വെലോസിറ്റി നമുക്ക് 20 കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, സമയം 300 എന്ന് വന്നു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 300 വന്നു. അപ്പൊ 2/30 വന്നു, അതായത് 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ആക്സിലേഷൻ കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ ആക്സിലേഷന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, ആക്സിലേഷന്റെ വാല്യൂ എന്ന് വെച്ചാൽ 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ആക്സിലേഷൻ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ഇക്വേഷൻ. S is equal to U ഉണ്ട്, T ഒക്കെ ഉണ്ടല്ലോ, ആക്സിലേഷൻ എല്ലാം ഉണ്ട്. S is equal, അപ്പം UT plus half AT square ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എപ്പോഴും എഴുതിയിരിക്കണം കേട്ടോ, എന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് നമ്മൾ വേണ്ടത്, അതുകൊണ്ട് തന്നെ ഈ ടൈം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും ഇല്ല. അപ്പം ദാറ്റ് ഈസ് S is equal to ഇത് 0 ആയിട്ട് മാറും. 1/2 ആക്സിലേഷൻ എത്രയാണ്, 1/15 തന്നിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 300 അല്ലേ. 300 ഇൻറ്റു 300 വരും. അപ്പൊ ഇത് എത്ര വരും ആൻസർ, S is equal to, ഇത് നിങ്ങളുടെ പോയില്ലേ, 15 2 30 വരും. ഞാൻ ഇവിടെ 30 ആണ് വരുന്നത്, ഇത് നിങ്ങളുടെ ചെയ്യാം. അപ്പം 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 10 ഇൻറ്റു 300 എന്ന് പറയുമ്പോൾ 3000 ഇല്ലേ, 3000 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര കിട്ടി, 3000 മീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ. നമ്മൾ ഇത് പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കേണ്ട കാര്യം, കിലോമീറ്റർ പെർ അവറിനെ കേട്ടോ, കിലോമീറ്റർ പെർ അവറിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ചെയ്താൽ വെച്ചാൽ മതി, 5/18 കേട്ടോ. 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ കൺവേർട്ട് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, കാണാതെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അനലൈസ് എ ടേബിൾ
2.10 ആൻഡ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഈ ടേബിൾ ആണ് കേട്ടോ, ഈ ടേബിൾ ആണ്. അത് നോക്കി വെച്ച് വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതാ ടേബിൾ തന്നിട്ടുണ്ട്, എക്സ് ആക്സിസിൽ തന്നിട്ടുണ്ട് സമയമാണ്, വൈ ആക്സിസിൽ വെലോസിറ്റി ആണ് ഇല്ലേ. അപ്പൊ നമ്മൾ സ്കെയിൽ എഴുതാമല്ലോ. സ്കെയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? സ്കെയിൽ എങ്ങനെ എഴുതുന്നത്? എക്സ് ആക്സിസ് ഇല്ലേ. എക്സ് ആക്സിസ് നമുക്ക് എങ്ങനെ എഴുതണം? സ്കെയിൽ ആദ്യം എഴുതണം കേട്ടോ. എക്സ് ആക്സിസ് 0, 2, 4, 6, 8 എന്നല്ലേ പോകുന്നത്. അപ്പൊ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ അല്ലേ. എക്സ് ആക്സിൽ 1 സെന്റിമീറ്റർ നമ്മൾ എത്രയായിട്ട് എടുക്കുന്നത്? 2, 4, 6 എന്നല്ലേ. അപ്പം 2 സെക്കൻഡ് ആണ്. ദെൻ വൈ ആക്സിസിലോ, വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ അല്ലേ. 1 സെന്റിമീറ്റർ 1 സെഗ്മെന്റ്. അതുപോലെ തന്നെ 10, 15, 20, 15 എന്നല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? 5, 10 എന്ന് എടുക്കാം അല്ലേ. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വൈ ആക്സിസിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നത്. വൈ ആക്സിസ് ഇതാണ്, ഒറിജിൻ ഇതാണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടെ എന്താണ് എടുക്കുന്നത്? എക്സ് ആക്സിൽ എന്താണ് എടുക്കുന്നത്? നമ്മൾ സമയമാണ്. എക്സ് ആക്സിസ് സമയമാണ്, അത് സെക്കൻഡിലാണ് കേട്ടോ. സമയം സെക്കൻഡാണ്. വൈ ആക്സിസിലെ വെലോസിറ്റി എന്ന് എഴുതുക, അല്ലെങ്കിൽ വി എഴുതുക കേട്ടോ. അതും മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടയാളപ്പെടുത്താം. അപ്പം സമയം 0. അപ്പം നമുക്കിവിടെ അടയാളപ്പെടുത്തുന്നത് 0 ആണ്, ഇത് 2 ആണ്, 0.4, 246, ഇവിടെ 8, 10 വരെ മതി ഇല്ലേ. 10 വരെ മതി. ഇനി അടുത്ത് വൈ ആക്സിസിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? 5, 10 എടുക്കാം. 5, 10, 15, 20, 25 ഇങ്ങനെ പോകും. ഇനി നോക്കുക, ആദ്യം നോക്കുക, സമയം 0 അല്ലേ. സമയം നോക്കുക, സമയം 0 ആണ്. അപ്പൊ അവിടുത്തെ വെലോസിറ്റി ഏതാ? 10 ആണ്. അപ്പൊ വെലോസിറ്റി ഇവിടെ എത്രയാണ്? 10 ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് സമയം 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 15. സമയം 2 സെക്കൻഡായി വെലോസിറ്റി ഇതാ ഇവിടെ വരും 15 അല്ലേ. അടുത്ത സമയം 4 അല്ലേ. 4 സെക്കൻഡിൽ വരുമ്പോൾ വെലോസിറ്റി 20 ആയി. 4 സെക്കൻഡ് വരുമ്പോൾ വെലോസിറ്റി ഇവിടെ എത്രയായി? 20. മനസ്സിലായല്ലോ. ഇനി അടുത്ത 6 സെക്കൻഡിൽ വന്നപ്പോൾ വെലോസിറ്റി എത്രയാണ്? 20 തന്നെ. 6 സെക്കൻഡിൽ വന്നപ്പോഴും വെലോസിറ്റി 20 തന്നെ. അപ്പൊ ഇവിടെ അടുത്ത 8 സെക്കൻഡിൽ വന്നപ്പോൾ വെലോസിറ്റി എത്രയാണ്? 20. 8 സെക്കൻഡിൽ വന്നപ്പോൾ വെലോസിറ്റി 20. അപ്പൊ ഈ ഒരു പോയിന്റ് തന്നെ. പിന്നെ അടുത്ത 10 സെക്കൻഡ് വന്നപ്പോൾ വെലോസിറ്റി 15 ആയി, കുറഞ്ഞു ഇല്ല. അടുത്ത 10 സെക്കൻഡ് വന്നപ്പോൾ വെലോസിറ്റി 15. മനസ്സിലായല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കും. അപ്പൊ മനസ്സിലായി. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഗ്രാഫ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. ഇവിടുന്ന് നേരെ ഇവിടെ വരെ വന്നു. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇവിടെ വന്നു. ദെൻ അവിടുന്ന് താഴോട്ടിങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, എങ്ങനെയാ വന്നെന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്നത് മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത്. ആദ്യമേ നമ്മൾ സ്കെയിൽ എഴുതുക, അതനുസരിച്ച് ഗ്രാഫ് വരയ്ക്കുക കേട്ടോ. അപ്പം ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടല്ലോ. ഗ്രാഫ് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിന്റെ പേര് കൊടുത്തു. ഈ ആദ്യത്തെ പോയിന്റ് എ ആണ്, ഇവിടെ ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. മനസ്സിലായല്ലോ. ദെൻ ഇനി നോക്കാം. ഇനി ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ടൈം ഇന്റർവെൽ ഡ്യൂറിംഗ് വിച്ച് ദർ ഈസ് നോ ആക്സിലറേഷൻ. ഗ്രാഫിൽ നിന്ന് ത്വരണമില്ലാത്ത സമയ ഇടവേള കണ്ടെടുത്ത്. ത്വരണമില്ലാത്ത സമയമാണ്. അപ്പോൾ ആക്സിലേഷൻ ഇല്ലാത്ത കേസ്, അതായത് ആക്സിലേഷൻ 0 ആയിരിക്കുന്ന കേസ്, കഴിഞ്ഞ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ ഓൾറെഡി. ആക്സിലേഷൻ 0 ആയിരിക്കുമ്പോൾ അവിടെ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്? ഇല്ല. അപ്പൊ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലാത്ത കേസ് ഏത് കേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഇല്ലേ. ഈ ഒരു കേസിലെ ബി തൊട്ട് സി വരെ ഇല്ലേ. ബി തൊട്ട് സി വരെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടൈം ഇന്റർവെൽ ആണ് ചോദിച്ചത്. അപ്പൊ ബി തൊട്ട് സി വരെ എന്ന് പറയുമ്പോൾ ടൈം ഇന്റർവെലും 4 സെക്കൻഡ് തൊട്ട് 8 സെക്കൻഡ് വരെ, അതായത് ബി തൊട്ട് സി വരെയാണ്. ബി തൊട്ട് സി വരെയാണ് ടൈം ഇന്റർവെൽ. ഏതാണ്? 4 സെക്കൻഡ് തൊട്ട് 8 സെക്കൻഡ് വരെ ഇല്ല. 4 സെക്കൻഡ് തൊട്ട് 8 സെക്കൻഡ് വരെയുള്ള കേസിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ദർ ഈസ് നോ ആക്സിലറേഷൻ. അതിന്റെ റീസൺ മനസ്സിലായല്ലോ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അവിടെ ആക്സിലറേഷൻ ഇല്ല. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ടൈം ഇന്റർവെൽ ഡ്യൂറിംഗ് വിച്ച് ഡിസലറേഷൻ ഒക്കേഴ്സ്. ഡിസലറേഷൻ അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ ഒക്കർ ചെയ്യുന്ന ടൈം ഇന്റർവെൽ. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാകുന്ന ആ കേസ് ഏതാണ്? ഇത് സി തൊട്ട് ഡി വരെ അല്ലേ. അത് സി തൊട്ട് ഡി വരെയാണ് നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡിസലറേഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം അതിന്റെ ടൈം ഇന്റർവെൽ എത്രയാണ്? നോക്ക്, 8 തൊട്ട് 10 വരെ ഇല്ല. അപ്പൊ 8 സെക്കൻഡ് തൊട്ട് 10 സെക്കൻഡ് വരെ അവിടെ എന്തുണ്ട്? അവിടെ എന്താണ്? ഡിസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നോക്കുക. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ 4th സെക്കൻഡ് ആൻഡ് ദ 8th സെക്കൻഡ്.
ഫോർത്ത് സെക്കൻഡ് ഇതാണ്. ഫോർത്ത് സെക്കൻഡ്, എയ്ത്ത് സെക്കൻഡ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി സമയ ഗ്രാഫ് അല്ലെ, പ്രവേഗ സമയ ഗ്രാഫാണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഡ്യൂറിങ് ദ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ. അതായത് ഈ ഇതിലെ 4 തൊട്ട് 8 വരെ എല്ലാ ടൈം ഇന്റർവലിലെ ആ ഏരിയ. അപ്പൊ ഈ ഒരു പോർഷനിൽ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ. എന്തിന്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് പേര് കൊടുക്കാമല്ലോ, ബി സി. ഇതിന് ഞാനൊരു പി എന്ന് കൊടുക്കുക, അത് ക്യൂ എന്ന് കൊടുക്കുക. അപ്പൊ ബി സി പി ക്യു, ഏരിയ ഓഫ് ബി സി, ബി ആണ് ബി സി പി ക്യു. അപ്പൊ അത്രയും ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പം ഏരിയ അതെന്താണ്? റെക്ടാംഗിൾ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. അതായത് എന്തൊക്കെയാണ്? പി ബി ഇല്ലേ, പി ബി ഇൻറ്റു ബി സി എന്ന് എഴുതാം. പി ബി ഇൻറ്റു ബി സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഏരിയ കിട്ടും. പി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാ നോക്കുക, 20 ആണ് അല്ലേ. ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഇത് ബി സി സിക്വൽ ടു പി ക്യു തന്നെയാണ്. 4 സെക്കൻഡ് തൊട്ട് 8 സെക്കൻഡ് വരെ അല്ലേ. അപ്പം ദാറ്റ് ഈസ് 20 ഇൻറ്റു ഇവിടുത്തെ 4 തൊട്ട് 8 സെക്കൻഡ് വരുമ്പോൾ 4 വരും. അപ്പം ദാറ്റ് ഈസ് 80 മീറ്റർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടി 80 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നമുക്ക് കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കും, തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. ക്ലിയർ ആക്കി മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഒബ്സർവ് ദ ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ് ഇത് 3 എണ്ണവും തന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ്. ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദ ഒബ്ജക്ട് ഹാവ് യൂണിഫോം ആക്സിലറേഷൻ? ഏത് ഗ്രാഫിലാണ് വസ്തുവിന് സമത്വരണമുള്ളത്? ഏത് ഗ്രാഫിലാണ് വസ്തുവിന് സമത്വരണം? ഞാൻ പറഞ്ഞു, ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഷുവറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. അതായത് നോക്കുക, ഏതിനാണ് സമത്വരണം ഉള്ളത്? ഏത് ഗ്രാഫിലാണ്? നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട്. ഏതാണ്? ഈ ഗ്രാഫിലെ സമത്വരണം, യൂണിഫോം ആക്സിലേഷൻ ഉള്ളത് ഏതിനാണ്? രണ്ടാമത്തെ കേസിനാണ് സമത്വരണം ഉള്ളത്. ഇനി അടുത്ത്, ഡസ് ഒബ്ജക്ട് ഹാവ് യൂണിഫോം വെലോസിറ്റി? ഏതിനാണ് യൂണിഫോം വെലോസിറ്റി? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് യൂണിഫോം ആയിട്ടിരിക്കുന്നത് അറിയാം. വെലോസിറ്റി കോൺസ്റ്റന്റ് ഈ ഒരു ഗ്രാഫാണ്, അതായത് ഫസ്റ്റ് ഗ്രാഫ്. മനസ്സിലായല്ലോ? ഡസ് ഒബ്ജക്ട് ഹാവ് ആക്സിലറേഷൻ ആൻഡ് ഡിസലറേഷൻ? ഏത് ഗ്രാഫിനാണ് ആക്സിലറേഷനും ഉണ്ട് ഡിസലറേഷനും സംഭവിക്കുന്ന? ഏത് ഗ്രാഫിനാണ് ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസലറേഷൻ? ആക്സിലറേഷൻ സംഭവിക്കുന്നത് നോക്കിയേ, ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഡിസലറേഷൻ ഉണ്ടല്ലോ, വെലോസിറ്റി കുറഞ്ഞും വരുന്നുണ്ടല്ലോ. ഏത് ഗ്രാഫിനാണ്? മൂന്നാമത്തെ ഗ്രാഫിനാണ് ആക്സിലറേഷനും അതുപോലെ തന്നെ ഡിസലറേഷനും സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഗ്രാഫിന്റെ ഏരിയ ക്ലിയർ ആക്കി മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഈസ് ഗിവൺ. ഓക്കെ, ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കുക. ഐഡന്റിഫൈ ദ റീജിയൻസ് ഓഫ് ദ ഗ്രാഫ് വെയർ ദ ഒബ്ജക്റ്റ് ഈസ് മൂവിംഗ് വിത്ത്. റീജിയൻ കണ്ടുപിടിക്കാനാണ് കേട്ടോ. മൂവിംഗ് വിത്ത് ആക്സിലറേഷൻ. ഏതിനാണ് ആക്സിലറേഷൻ ഉള്ള റീജിയൻ? ആക്സിലറേഷൻ ഉള്ള റീജിയൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആക്സിലറേഷൻ ഉള്ള? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പൊ ഏതൊക്കെ റീജിയൻ ആണ്? ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരെണ്ണമുണ്ട് അല്ലേ, OA അല്ലേ. OA തൊട്ടുണ്ട്. പിന്നെ ഏതാണ്? ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ ഇത് BC, OAയും BCയും. BCയുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? റിറ്റാർഡേഷൻ ആണ് അല്ലേ. അത് ഓർത്താണ്, ആക്സിലറേഷൻ തന്നെയാണ് അവിടെ റിറ്റാർഡേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷൻ ഉള്ള റീജിയൻ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ OAയും BC ഏതാണ്? റിറ്റാർഡേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത കേസ് നോക്കുക. യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ഏത് കേസിലാണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഇതല്ലേ, അതായത് AB ഇല്ലേ. AB എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയയിൽ, ആ ഒരു സെക്ഷനിൽ എന്താണ്? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം. പിന്നെ ഡിസലറേഷൻ സംഭവിച്ചിരിക്കുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഏതാണ്? BCയിലാണ് ഡിസലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ പെഡസ്ട്രിയൻസ് ടു വിയർ ഡാർക്ക് കളേർഡ് ക്ലോത്hes at night and in conditions with a dim light. The school authorities decide to choose a dark colored uniform for your school. Record your response to the decision. Justify the answer with respect to road safety. രാത്രിയിലും വെളിച്ചം കുറവുള്ള സമയത്തും കാൽനടക്കാർ കടുംനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സുരക്ഷിതമല്ല. നിങ്ങളുടെ സ്കൂളിൽ കടുംനിറത്തിലുള്ള യൂണിഫോം തിരഞ്ഞെടുക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. ആ തീരുമാനത്തോട് നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരം സാധൂകരിക്കുക. നമുക്കറിയാം
സ്കൂളിൽ അങ്ങനെ യൂണിഫോം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി കാലങ്ങളിൽ കടുനിറത്തിലുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂൾ അറിയിക്കുക. അതെന്താണ് നമ്മൾ പറയേണ്ടത്? രാത്രി കാലങ്ങളിൽ നമുക്കറിയാം ഡിം ലൈറ്റ് ആണുള്ളത്. അപ്പൊ കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആക്സിഡന്റ്സ് ഒക്കെ വരും. നമ്മൾ പറഞ്ഞ മങ്ങിയ വെളിച്ചത്തിൽ കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡരികളിൽ നടന്നു പോകുന്നവരെയും റോഡ് മുറിച്ച് കിടക്കുന്നവരെയും മറ്റും ഡ്രൈവർമാർക്ക് കഴിയാതെ വരാം. അതുവഴി അപകടങ്ങൾ വരുത്തും. അപ്പൊ അതുകൊണ്ട് ഡാർക്ക് കളറിലുള്ള ഡ്രസ്സുകൾ നൈറ്റിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതുമായിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും സ്കൂൾ അധികൃതരെ അറിയിക്കുക കേട്ടോ. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, പകുതി ഭാഗം ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. പറയാണ്, ചെയ്തും എഴുതിയും കൃത്യമായിട്ട് തന്നെ പഠിക്കണം. എങ്കിലുള്ളൂ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഷുവറാണ്, അത് എന്തായാലും ചോദിക്കുന്നതാണ്. ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോഴും നല്ലോണം പഠിക്കേണ്ടതാണ്. അപ്പൊ ഇപ്പോഴേ ക്ലിയർ ആയി പോവുക. ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ നോട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക, മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഗ്രാഫിന്റെ രൂപം എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ക്ലിയർ ആക്കി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. സപ്പോർട്ട് അത്യാവശ്യമാണ്, എങ്കിലേ ഉള്ളൂ നമുക്ക് ബാക്കി വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്